നിങ്ങൾക്ക് ഫിൻലാൻഡ് ആണോ അതോ ഇവിടെയാണോ നാടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? നാട്. നാട് ഇത് തുടങ്ങിട്ടോ. അവൻ വന്നതിന്റെ പിറ്റേ ദിവസം പറഞ്ഞതാ തിരിച്ചു പോവാത്. ആണോ? ഭയങ്കര ബോറിംഗ് അമ്മ പോവാന്ന് പറഞ്ഞായിരുന്നോ? അത് അമ്മമ്മേടെ വീട്ടില്. ആണോ? കളിക്കാൻ ആരും ഇല്ലായിരുന്നു. വാളും ചെക്ക് എത്തിയപ്പോഴാണ് അവൻ ഹാപ്പി ആയത്. നാട് ഇഷ്ടമാണോ? എന്റെ ഇത്ര നാട് ഇത്ര ഇഷ്ടം ജോണിക്കുട്ടിക്ക്? ചക്ക മാങ്ങ. ഞങ്ങൾക്ക് ചക്ക മാങ്ങയാണ് വേണ്ടതൊക്കെ. അതാണ് ഏറ്റവും ഇഷ്ടം. അവിടെയാണ് കൂട്ടുകാർ കൂടുതലല്ലേ? അപ്പൊ അവരെ മിസ് ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാ? ചെലപ്പോ ആള് പറയൂ. എനിക്കൊന്ന് ആദ്യത്തെ ആളുടെ സോങ് കണ്ട് ഞാൻ എന്തായാലും പാട്ട് പഠിപ്പിക്കും കേട്ടോ. രസമായിട്ട് പാടുന്നുണ്ട്. ഈ നാടാണ് ഇഷ്ടം ഫിൻലാൻഡാണ് ഇഷ്ടം? നാടെന്ന് പറഞ്ഞ ഇവിടെ എല്ലാം ചക്ക മാങ്ങ, പിന്നെ കസിൻസ് ഒക്കെ ഉണ്ട്, പിന്നെ ഫിൻലൻഡില് സ്കൂളും ഒക്കെ ആണല്ലോ. അപ്പൊ ചിലപ്പോ കൂടുതൽ ഇവിടെ ഇവിടെയാണ് ഇഷ്ടം കൂടുതൽ. ഇവിടെയോ? എനിക്ക് തോന്നുന്നേ നാട്. അവിടെ ഇപ്പൊ ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ അവിടുത്തെ സ്കൂൾ ഫീസ് കാര്യങ്ങളൊക്കെ അവർക്ക് ഫ്രീ ആയിരിക്കില്ലേ? അതിന് നമ്മളായിട്ട് അതിപ്പോ ഒരു സ്റ്റാറ്റസ് വിസ വരുന്ന 18 വയസ്സ് താഴെ വരുന്നവർക്ക് ഫ്രീ ആണ്. അത് കഴിയുമ്പോഴാണ് ഫീസ് ഉള്ളത്. പക്ഷെ ഇവരുടെ കാര്യത്തിൽ ഇവർക്ക് ഇതുവരെ ഇപ്പോഴത്തെ ഓരോ രാജ്യത്ത് ഓരോ നിയമങ്ങൾ മാറിക്കൊണ്ടിരിപ്പുണ്ട്. ഇപ്പൊ നിലവില് ഇവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ ഫ്രീ ആണ്. ഹയർ സ്റ്റഡിക്ക് അവര് വേറെ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് എന്ത് പഠിക്കണമെങ്കിലും അവർക്ക് ഫ്രീ ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തില്. ഫ്യൂച്ചറിൽ മാറ്റം ഉണ്ടോന്ന് അറിയത്തില്ല. ഇപ്പൊ 4ാമത്തെ കുട്ടി വന്ന സമയത്ത് എനിക്ക് ആ സമയത്താണ് ഞാൻ കേട്ടത് അച്ഛനും അമ്മയ്ക്കും സാലറിയോട് കൂടി ലീവ് അവര് തരുന്നുണ്ട്. അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി അല്ലേ? പോപ്പുലേഷൻ കുറവല്ലോ അവിടെ. അതിപ്പോ നമുക്ക് നാട്ടിൽ ചിലപ്പോൾ കിട്ടില്ല. അതിന്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാ? ഇതിന് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എത്തിപ്പെടുന്നത് നമ്മുടെ സാലറിയുടെ നല്ല ശതമാനം നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. അതായത് ഇപ്പം 20% തൊട്ട് മുകളിലേക്ക് വന്നുമ്പോഴേക്കും 30%, 40% വരെ അടയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത്രയും ടാക്സ് അടയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സേവനമാണത്. അപ്പം അത് നല്ല കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബിഗിനിങ് ടൈമിൽ ഭാര്യയുടെ കൂട്ടത്തിൽ നമുക്ക് ഡെലിവറിക്ക് പോകാൻ പറ്റുക, അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കുടുംബ ബന്ധത്തിന്റെ ശക്തി ഭയങ്കരമായിട്ട് കൂടും. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഇവിടെ ഒന്നും അതില്ലാത്തത് കൊണ്ട് അറിയുന്നില്ല. അതായത് എങ്ങനെയാണ് ഭാര്യ പ്രസവിക്കുന്നത്, പെയിൻ എങ്ങനെയാണ് എന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞിനോട് അപ്പന് ഭയങ്കര സ്നേഹമായിരിക്കും. സ്നേഹം മാത്രമല്ല, ഭാര്യയോടും അങ്ങനെ തന്നെയാണ്, റെസ്പെക്റ്റും ഇതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഫീൽ ചെയ്യുമ്പം ഈ 4 പേരുടെയും ഡെലിവറിക്ക് ഞാൻ മാത്രമാണ് കൊണ്ടുവരാത്തത്. വേറെ ഒന്നുമല്ല, നമ്മളത് കാരണം നമ്മളെ ആരും ഇത് പ്രതീക്ഷിക്കാൻ പാടില്ല, അവർ പ്രതീക്ഷിക്കാൻ പാടില്ല. അതായത് എൻ്റെ കടമയാണ്. എനിക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ടതും എൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്നതും എൻ്റെ കടമയാണ്. ആ അവകാശം ഞാൻ ആരും കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അത് എല്ലാവരും അങ്ങനെ കേട്ടോ. പക്ഷെ അത് കുടുംബജീവിതത്തിൽ ഭയങ്കര ഗുണമുണ്ടാവും. ആ ഒരു അറ്റാച്ച്മെന്റും ഇവരെ കാണിക്കും. അപ്പൊ ഇപ്പൊ എല്ലാം ജനിച്ചു കഴിഞ്ഞിട്ട് മുഴുവൻ കാര്യവും വീട്ടിൽ നിന്ന് ആരും ഉള്ളത് ഒറ്റക്കാണ്. അങ്ങനെ എല്ലാം അങ്ങനെയായിരുന്നു തന്നെയായിരുന്നു. ഇവരുടെ തൊട്ടേ അങ്ങനെയായിരുന്നു. ഇപ്പൊ നമ്മുടെ ഒരു പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് പരമായിട്ട് ഒത്തിരി നമുക്ക് ചേഞ്ചസ് വരുമല്ലോ. അപ്പൊ നമുക്ക് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ എങ്ങനെ അതൊക്കെ ഒറ്റക്ക് ഇവരുടെ സമയത്ത് അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര കൂടുതലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലതായിട്ട് അന്ന് ഇവരുടെ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും നന്നായിട്ടാണ് എൻ്റെ ഈ പ്രാവശ്യം എൻ്റെ കൂടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ടും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര മൂഡ് സ്വിങ്സ്, എപ്പോഴും ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. പക്ഷെ മാറി മാറി ബെറ്ററായി വരുന്നുണ്ട് കഴിയുന്തോറും.